ഇന്ത്യ പാക് സംഘർഷവും ഓഹരി വിപണിയും തമ്മിൽ പരിശോധിച്ചാൽ ഓഹരി വിപണിയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുമായി പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പാകിസ്ഥാനിൽ ആദ്യം ജലം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം ഉപരോധം വരുന്നു. പഞ്ചസാര അടക്കം കിട്ടാനില്ല. വിവിധ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മറ്റ് സൈനികരൊക്കെ തന്നെ അവിടെ നിന്നും വിട്ടുപോകുന്ന സാഹചര്യം, അവർക്ക് പേടിച്ച് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. 10,000-ഓളം സൈനികർ അവിടെ നിന്നും ഒളിച്ചോടിപ്പോയി. 300-ഓളം ഓഫീസർമാരും ഒളിച്ചോടിപ്പോയി. ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തെ നേരിടാൻ അവർ സജ്ജമല്ല. അതോടൊപ്പം തന്നെ മരുന്നുകൾക്കും ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഓഹരി വിപണി ഒന്ന് പരിശോധിക്കേണ്ടത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയും ഇന്ത്യൻ ഓഹരി വിപണിയും അതനുസരിച്ച് കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനിടെയാണ് കശ്മീരിലെ പഹൽഗാമിൽ ദൗർഭാഗ്യകരമായ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പിന്തുണയോടെയാണ് ഭീകരർ ആക്രമണം നടത്തിയതെന്ന് ആരോപിച്ച ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടി ഏത് സമയവും സംഭവിക്കാം. ഓഹരി വിപണിയിൽ തൽക്ഷണം തകർച്ചയ്ക്കും ഇത് കാരണമാകും. കാർഗിൽ യുദ്ധം, സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ മുൻകാല ചരിത്രം ഇതാണ് സൂചിപ്പിക്കുന്നത്. നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പ്രതികരണം സംഘർഷത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും എന്നിവ അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഓഹരി വിപണിയിലെ വീഴ്ച ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വ്യാപാര ബന്ധം നിലവിൽ നാമമാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് വിപണിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ശനിയാഴ്ച പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാക് ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യം വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്ക് ബാധകമാണെന്നുള്ള ഒരു വലിയ ശക്തമായ താക്കീത് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. അതോടൊപ്പം തന്നെ 2019 പുൽവാമ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ 200% നികുതിയും ഏർപ്പെടുത്തിയിരുന്നു. അതോടെയാണ് ഇറക്കുമതി നാമമാത്രമായി ചുരുങ്ങിയതെന്നും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ 2017-18 വർഷത്തിൽ 227 കോടിയുടെ ഉഭയകക്ഷി വ്യാപാരം ഉണ്ടായിരുന്നത് 2023-24 വർഷത്തിൽ 64 കോടിയായി ചുരുങ്ങിയിരിക്കുന്നു. ഇതിൽ തന്നെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയാണ്. ഹിമാലയൻ പിങ്ക് ഉപ്പ് ഒഴികെ പാക് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇന്ത്യക്കില്ല. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആവശ്യമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രണ്ട് ആണവ രാഷ്ട്രങ്ങൾ ഇതുപോലെ പോർമുഖത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും വിദേശ നിക്ഷേപകർ ഉൾപ്പെടെ പിൻവലിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ അത് വിപണിയിൽ പ്രതിഫലിക്കും. വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തന്നെ ഏതാനും ദിവസത്തിനകം വിപണി തിരിച്ചു കയറാനാണ് സാധ്യത. ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുള്ളതിനാൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകില്ലെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. എന്നാൽ ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങാനുള്ള സാമ്പത്തിക സൈനിക ശേഷി പാകിസ്ഥാൻ ഇപ്പോൾ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. എന്തൊക്കെയായാലും അയൽക്കാരായ രണ്ട് ആണവ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് നയതന്ത്ര ലോകം ശ്രമിക്കുന്നത്. ഏതായാലും പ്രതിരോധ ഓഹരികളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സംഘർഷത്തിൻ്റെ വാർത്ത പുറത്തു വന്നത് മുതൽ പ്രതിരോധ രംഗത്തെ കമ്പനികളുടെ ഓഹരി വില കുതിക്കുകയാണ്. കപ്പൽ നിർമ്മാണ കമ്പനികളും ആയുധങ്ങളുടെ ഭാഗങ്ങളും നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്വകാര്യ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. സംഘർഷാവസ്ഥയിൽ ഏത് രാജ്യവും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാർഗിൽ യുദ്ധകാലത്ത് ഏർപ്പെടുത്തിയ പോലെ പ്രത്യേക സെസ്സും ഏർപ്പെടുത്തിയേക്കാം. ഇതെല്ലാം ഇത്തരം കമ്പനികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ്. ഉടൻ വരുമാനം വർദ്ധിക്കില്ലെങ്കിലും ഇത്തരം വാർത്തകളും സൂചനകളും തന്നെ മതി ഓഹരി വില ഉയരാൻ എന്നുള്ളതും വ്യക്തമാണ്. ഏതായാലും നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഓഹരികളും അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന സമയങ്ങളിൽ കരുത്ത് കാട്ടാറുണ്ട്. ആരോഗ്യ മേഖലയാണ് ക്ഷീണം ബാധിക്കാത്ത മറ്റൊരു സെക്ടർ. പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിന് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഇത് വിവിധ കമ്പനികളെയും ബാധിക്കും. എന്നിരുന്നാൽ കൂടിയും ഈ ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ബിസിനസ് രംഗത്തെ വിദഗ്ധർ. ഏതായാലും പ്രതിരോധ ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇത് പഹൽഗാം ആക്രമണത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് തന്നെ പോകേണ്ടി വരും. എന്നാൽ ഇന്ത്യയുമായി യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാമ്പത്തിക സൈനിക ശേഷി പാകിസ്ഥാന് ഇപ്പോൾ ഇല്ല. അതായത് സാമ്പത്തികപരമായിട്ട് പാകിസ്ഥാൻ ഏറെ പിന്നിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒഴിച്ചാൽ
അവർക്ക് രാജ്യത്തിന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊന്നും വലിയ ഊന്നൽ നൽകാനൊന്നും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അവർക്ക് എപ്പോഴും ഇത്തരത്തിൽ ഭീകരരെ സഹായിക്കുക, ഭീകരരെ വളർത്തുന്ന നിലപാടുകൾ എടുക്കുക, ഇതൊക്കെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ വലിയ പ്രാധാന്യത്തോടെ നൽകുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു സന്ദേശം. ഇത് സംബന്ധിച്ച് ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യ ആണെങ്കിൽ വലിയ വളർച്ച കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പല മേഖലകളിലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വിദേശ രാജ്യങ്ങളുമായുള്ള അവരുടെ സഹകരണം, അതോടൊപ്പം തന്നെ പല കരാറുകൾ, ഇതിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ വളരുന്ന ഒരു രാജ്യമായി മാറാനുമൊക്കെ ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊന്നും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭീകര പ്രവർത്തനങ്ങളെ വളർത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അവരുടെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതിനപ്പുറം അവർക്ക് മറ്റൊരു തലത്തിലേക്ക് വളരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ രണ്ട് ആണവ രാഷ്ട്രങ്ങൾ ഇതുപോലെ പോർമുഖത്ത് നിൽക്കുമ്പോൾ ഏതായാലും വിദേശ നിക്ഷേപകർ ഉൾപ്പെടെ പിൻവലിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വിപണിയിൽ പ്രതിഫലിക്കും. ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തന്നെ ഏതാനും ദിവസത്തിനകം വിപണി തിരിച്ചു കയറാനാണ് സാധ്യത. ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. അതായത് ഈ ഒരു യുദ്ധം ഒഴിവാക്കാൻ, വലിയൊരു യുദ്ധത്തിലേക്ക് പോകില്ലെന്നാണ് പൊതുവിൽ കരുതുന്നത്. എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ ഇരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം അത്ര 28 പേരുടെ ജീവൻ ഹോമിക്കപ്പെട്ടു. അവർ യാതൊരു പ്രകോപനവുമില്ലാതെ വന്നവരെ ജീവൻ കവരുകയായിരുന്നു ചെയ്തത്. അത് മതം നോക്കി ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് ഒരു കാരണവശാലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും ഇന്ത്യയുമായി യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാമ്പത്തിക സൈനിക ശേഷിയൊന്നും പാകിസ്ഥാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഏതായാലും ഈ അയൽക്കാരായ രണ്ട് ആണവ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എല്ലാവർക്കും ബോധ്യമുള്ളതുമാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് ഈ നയതന്ത്ര ലോകം ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംഘർഷത്തിൻ്റെ വാർത്ത പുറത്തു വന്നത് മുതൽ ഈ പ്രതിരോധ രംഗത്തെ കമ്പനികളുടെ ഓഹരി വിലയൊക്കെ കുതിച്ചു കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കപ്പൽ നിർമ്മാണ കമ്പനികളും ആയുധങ്ങളുടെ ഭാഗങ്ങളും നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്വകാര്യ കമ്പനികളാണ് നേട്ടമുണ്ടാക്കുന്നത്. ഏതായാലും സംഘർഷാവസ്ഥയിൽ ഏത് രാജ്യവും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് യാതൊരു വിധത്തിലും പേടിക്കാനില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്ഥിതി ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്കൊരു സൈനിക ശേഷി ഇല്ല. ഇനി ഒരു സൈനിക ശേഷി ഉണ്ടാക്കാനുള്ള സാമ്പത്തികവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല.